السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا حبيبنا محمد. സമസ്തയുടെ ചരിത്രം ഒരു പഠനം എന്ന നിലക്ക് നാം തുടങ്ങിയ ക്ലാസിൻ്റെ രണ്ടാമത്തെ ദിവസം ആണ് ഇന്ന്. ഇന്നലെ നാം ക്ലാസ് തുടങ്ങി, അത് വേണ്ടതുപോലെ ഓർഡറിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും ഓർഡറിലാക്കാൻ കഴിഞ്ഞാൽ ഇന്നലെ ആ പറഞ്ഞത് ഓർഡറിലാക്കിയിട്ട് എല്ലാവരും കേൾക്കുക. ഇന്ന് മറ്റൊരു രൂപത്തിലാണ് ഇത് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കേട്ടതിന് ശേഷം ഉത്തരവാദപ്പെട്ട അഡ്മിനർമാർ കാര്യം മനസ്സിലാക്കി തരണമെന്ന് ആദ്യമായി അറിയിക്കുന്നു. പരിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു സംഘടന അത് ലോകത്ത് ആദ്യം ഉണ്ടായത് കേരളത്തിൽ തന്നെയാണ്. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കഴിഞ്ഞുപോയ നേതാക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് ഇങ്ങോട്ട് 4 ഖലീഫമാർ, പിന്നെ സസ്യരായിരിക്കുന്ന മറ്റു സഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ, അഇമ്മത്തുൽ അർബഅ, ഇവരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളുടെ നിർദ്ദേശവും ഉപദേശവും മാനിച്ച് ജീവിക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങളൊക്കെ. അങ്ങനെ തന്നെയാണ് കേരളത്തിലും ഇസ്ലാമിക പ്രബോധന ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാം ഇവിടെ വളർന്ന് പന്തലിച്ച് വളർന്നു വലുതാവുകയും ആ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങളൊക്കെ ജീവിച്ചു വരികയും ചെയ്ത സന്ദർഭത്തിലാണ് സിയോണിസ്റ്റുകളുടെ ഏജന്റുമാരായി ദീനിന്റെ ശത്രുക്കൾ ആരോടോ അച്ചാരം വാങ്ങി പരിശുദ്ധമായിരിക്കുന്ന ഈ ദീനിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി അവർ കഠിനമായ പരിശ്രമം നടത്തിയത്. ആ പരിശ്രമത്തിന്റെ ഫലമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതിന്റെ പേരിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടനക്ക് ഏകദേശം 90 കൊല്ലം മുമ്പ് കേരളത്തിൽ രൂപം നൽകേണ്ടി വന്നത്. അതിന്റെ ചെറിയ ഭാഗങ്ങളാണ് ഇന്നലെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ആ സംഘടന 24 രൂപീകരിച്ച് അതിങ്ങനെ വന്നം അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്ന് 952 മദ്രസ സംവിധാനം ഏകീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച്, അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് സുന്നി യുവജന സംഘം രൂപീകരിച്ച് അങ്ങനെ ഒരു ബഹുജന പ്രസ്ഥാനമായി ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉൽപ്രതിഷ്ഠക്കളായിരിക്കുന്ന ഇസ്ലാമിലെ പരിവർത്തനവാദികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പരിഷ്കൃതവാദികളെന്ന് അവകാശപ്പെടുന്ന മുഅ്തദിഈങ്ങൾ ഇവിടെ രംഗപ്രവേശനം ചെയ്ത് ഈ പ്രസ്ഥാനത്തെയും അതുവഴി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയും നശിപ്പിക്കുവാൻ വേണ്ടി അവർ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ പേരിൽ അവർ ജുഗുപ്സാവഹമായിരിക്കുന്ന പല പരിപാടികളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംബന്ധിക്കുന്ന ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് തീരുമാനിച്ചപ്പോൾ ഈ വഹാബികൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇവർ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരാണ്, രാജ്യത്തിനെതിരാണ്, ഇവർ അങ്ങനെയുള്ളവരാണ് എന്നൊക്കെ കുപ്രചരണം നടത്തി ഈ സമ്മേളനം മുടക്കാനും രാജ്യത്തിനെതിരായി പ്രസംഗിക്കുന്നവരെ ഇവിടെ അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കങ്ങൾ വരെ അന്നത്തെ വഹാബികൾ വളരെ ആസൂത്രിതമായി നടത്തിയെങ്കിലും മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളുടെ തന്ത്രപരമായിരിക്കുന്ന ഇടപെടൽ കാരണം അതിലൊക്കെ അവർ 100% പരാജയപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്കത് പിന്നീട് പറയാം. അങ്ങനെ ആ ജൈത്രയാത്ര തുടങ്ങി പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിലേക്ക് ആലിമീങ്ങൾ ഇങ്ങനെ പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന എല്ലാ പൈശാചിക വൃത്തങ്ങളും രംഗത്ത് ഇറക്കി എല്ലാ പിശാചുക്കളെയും കൂട്ടുപിടിച്ച് സുന്നത്ത് ജമാഅത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ ഒരുങ്ങി. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇന്നലെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കല്യാണത്തിന് പ്രമുഖനായിരിക്കുന്ന പണക്കാരനായിരിക്കുന്ന നേതാവായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ രംഗത്തിറക്കി ഇവിടെ ഈ രംഗം വഷളാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അത് 979 അഥവാ മർക്കസു സഖാഫത്തി സുന്നിയ്യത്ത്
തുടക്കം കുറിച്ച കാലഘട്ടങ്ങളായിരുന്നു 78 ഏപ്രിൽ മുതൽ അതുപോലെ 79 കാലങ്ങളിലൊക്കെ അതിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടമാണ്. ഈ കല്യാണത്തിന് പറഞ്ഞയച്ച തന്ത്രവും പാളി എന്ന് കണ്ടപ്പോൾ ഈ വഹാബി പരിഷകൾ പിന്നീട് അവരിങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ആലോചിച്ച് അതിൽ നിന്ന് അവരുടെ ആ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാരോപണമായിരുന്നു ബഹുമാനപ്പെട്ട AP ഉസ്താദ് പള്ളിയുടെ പൈസ എടുക്കുന്നവരാണ് എന്ന ആരോപണം. അത് 980 മുതൽ അതിന് തുടക്കം കുറിച്ചിരുന്നു. 980 മുതൽ അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ഞാനത് വിശദീകരിക്കാം. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ ആരംഭം അത് അബുദാബിയിലുള്ള ഒരു പൗരപ്രധാനി, എന്നാൽ വലിയ പണക്കാരനൊന്നുമല്ലാത്ത ദീനീ സ്നേഹിയായ അബ്ദുള്ള കുലൈബ് അൽ ഹാമിലി എന്ന മഹാന്റെ അടുക്കൽ നിന്നായിരുന്നു അതിന്റെ തുടക്കം. ബഹുമാനപ്പെട്ടവര് ഒരു യതീംഖാന എടുക്കാൻ തീരുമാനിക്കുകയും അത് കേരളത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ അടുക്കിലേക്ക് ഈ യതീംഖാനയുടെ വിവരം വരുന്നതും ബഹുമാനപ്പെട്ട കുലൈബിയുമായി ബന്ധപ്പെടുന്നതും. ആ യതീംഖാന എടുക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ആ അടിസ്ഥാനത്തിൽ അതിന് ഒരു 5 ലക്ഷം ഉറുപ്പിക അദ്ദേഹം വാഗ്ദത്തം ചെയ്യുകയും ആ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം ഉറുപ്പിക അഡ്വാൻസായി നൽകുകയും ആ 2 ലക്ഷം ഉറുപ്പിക കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മർക്കസ് സഖാഫത്തി സുന്നിയക്ക് കാരന്തൂരിൽ, കുന്നമംഗലത്തിനടുത്ത കാരന്തൂരിൽ അത് സ്ഥിരമാവുകയും അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. മർക്കസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയാണ്ട് ഇൻഷാ അല്ലാഹ് അപ്പോൾ AP ഉസ്താദ് അബുദാബിയിൽ UAE എത്തിയതും അവസാന നിമിഷം കുലൈബയുമായി ബന്ധപ്പെട്ടതും മറ്റുമൊക്കെ ആ സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ 978 ഏപ്രിൽ 16, 17, 18 തീയതികളിൽ കോഴിക്കോട് നടന്ന SBS-ന്റെ സംസ്ഥാന സമ്മേളന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മക്കയിലുണ്ടായിരുന്ന സയ്യിദ് മുഹമ്മദ് മാലിക് മഹാനവറുകൾ പരിശുദ്ധമായിരിക്കുന്ന ആ സ്ഥാപനത്തിന് ശിരവാഹി. അതിന്റെ പ്രവർത്തനം ഇങ്ങനെ മന്ദഗതിയിലാണ് തുടങ്ങിയത്. അങ്ങനെയുള്ളൂ അന്നത്തെ ചുറ്റുപാടിൽ, അങ്ങനെ അത് നടക്കുമായിരുന്നുള്ളൂ. ഈ 2 ലക്ഷം ഉറുപ്പിക അഡ്വാൻസ് കൊടുത്തതിന്റെ പണിയുടെ പൂർത്തിയായെങ്കിലും ബാക്കി പണി നടത്താൻ കുലൈബിൽ നിന്നും ബാക്കിയുള്ള 3 ലക്ഷം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടാതിരിക്കാനൊരു കാരണമുണ്ടായിരുന്നു. AP ഉസ്താദിന്റെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കുന്ന സുന്നികളാകുന്ന ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർക്ക് ശേഷം ബഹുമാനപ്പെട്ട ഓട്ടുമൽ ഉസ്താദിന് ശേഷം ജാമിയ നൂരയുടെ പ്രിൻസിപ്പാളായിരുന്ന ഒരു വലിയ പണ്ഡിതൻ, വെല്ലൂർ വാഖിയാത്ത് സ്വാലിയാത്തിൽ പോലും ദർസ് നടത്തിയ പണ്ഡിതൻ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റായി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിട്ടും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റായും സേവനം ചെയ്ത് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ അണികൾക്കിടയിൽ അറിയപ്പെടുന്ന ഈ ഒരു പണ്ഡിതൻ രാഷ്ട്രീയമായിരിക്കുന്ന എന്തോ ഒന്ന് തലയിൽ കയറി എന്ന കാരണം കൊണ്ട് വഹാബി പരിഷകൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ വഹാബികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ പണ്ഡിതൻ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നീക്കങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഈ മർക്കസിന് കൊടുത്ത 2 ലക്ഷം ഉറുപ്പിക മർക്കസിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിനെടുത്തതാണ്. എത്രത്തോളം കൊടുവള്ളിയിൽ നടക്കുന്ന ജ്വല്ലറിയിൽ ഷെയർ ചേർന്നുകൊണ്ട് അദ്ദേഹം ബിസിനസ് നടത്തുകയാണ് എന്ന വ്യക്തമായിരിക്കുന്ന കള്ളത്തരം ഈ അറബിക്ക് കത്തെഴുതിക്കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ചു. കാരണം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ലീഗിന്റെ സെറാണ് അന്നുണ്ടായിരുന്നത്. ആ ലീഗിൽ ഔദ്യോഗിക ലീഗുകാരനായ ഒരു നാദാപുരത്തുകാരൻ കുലൈബിയുടെ വീട്ടിൽ ഹൗസ് സർവന്റായി ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം മുഖേനയാണ് കുലൈബിക്ക് ഇവർ ഈ കത്തയച്ചത്. 1 കത്തല്ല, 2 കത്തല്ല, 3 കത്താണ് അയച്ചത്. അതിന്റെ പേരിൽ കുലൈബ് കാന്തപുരം ഉസ്താദിനെ ആദ്യമായി തെറ്റിദ്ധരിച്ചു. നല്ല മനുഷ്യരാണെന്ന് മനസ്സിലാക്കി ഞാൻ കാശ് കൊടുത്തിട്ട് അത് അതിനു വേണ്ടി വിനിയോഗിച്ചില്ലല്ലോ എന്ന തപ്ത ഹൃദയവുമായി അദ്ദേഹം കഴിഞ്ഞുകൂടി. കുലൈബ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടതിന്റെ പേരിൽ രണ്ടാമത് അദ്ദേഹം കല്യാണം കഴിച്ചത് ഇന്ത്യ രാജ്യത്ത് ഹൈദരാബാദിൽ നിന്നായിരുന്നു. ആ ഹൈദരാബാദിലുള്ള കുടുംബങ്ങളിലേക്ക് അദ്ദേഹം വരാറുണ്ട്. അങ്ങനെ ആ കുടുംബങ്ങളെ കാണാൻ വേണ്ടി ഹൈദരാബാദിൽ വന്നപ്പോൾ കുലൈബ് ഒന്ന് ചിന്തിച്ചു,
ഞാനിങ്ങനെ 2 ലക്ഷം ഉറുപ്പിക കൊടുത്ത ഒരു പണ്ഡിതനുണ്ടല്ലോ, അയാൾ അതെന്ത് ചെയ്തു എന്നത് പോയി നോക്കാം എന്ന് മനസ്സിലാക്കി ഹൈദരാബാദിൽ നിന്നും അദ്ദേഹം കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി. കോഴിക്കോട് വന്നിറങ്ങി. കുലൈബ് എന്ന ആ അറബി പ്രമുഖനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ വേഷവിധാനം, ഒരു പാന്റ്, ഒരു ഹാഫ് കൈയുള്ള ഷർട്ട്, തലയിൽ ഒരു നെറ്റുതൊപ്പി, അറബിയാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. ഹൈദരാബാദുകാരി ഭാര്യയും അതുപോലെ ഹൈദരാബാദുമായി ഒരുപാട് കാലത്തെ ബന്ധവുമുള്ളതിന് പേരിൽ ഉറുദു നന്നായി സംസാരിക്കുന്ന കുലൈബ് ഉറുദുവിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർ, ബോംബെയിലും മറ്റുമൊക്കെ പോയി ജോലി ചെയ്തിരുന്ന ഒരു ടാക്സി ഡ്രൈവറെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ ടാക്സി ഡ്രൈവറോട് കുലൈബ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുലൈബ് പറഞ്ഞ കാര്യം ഇന്ന സ്ഥലം ഇന്നയിടത്താണ് കാന്തപുരം ഇവിടെ എടുക്കുന്ന മർക്കസ്, അത് കാരന്തൂരിലാണ്, അത് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ടാക്സി ഡ്രൈവർ അബ്ദുള്ള കുലൈബ് അൽ ഹാവിലിയെയും കൂട്ടി മർക്കസിലേക്ക് പുറപ്പെടുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാം. ഇങ്ങനെ മർക്കസിലെ വിവരമറിയാൻ, അഥവാ താൻ കൊടുത്ത ഈ കാശിന്റെ വിവരമറിയാൻ വേണ്ടി കോഴിക്കോട് നിന്ന് കുലൈബ് അവരുടെ ടാക്സിയിൽ കാരന്തൂരിലേക്ക് പുറപ്പെടുന്നു. ഏകദേശം ഒരു 1:30 മണി സമയത്താണ് ബഹുമാനപ്പെട്ട കുലൈബ് അവർ മർക്കസിനടുത്തേക്ക് എത്തുന്നത്. ആ ടൈമിൽ തന്നെ അന്ന് മർക്കസിലുണ്ടായിരുന്ന 27 അനാഥ കുട്ടികളാണ്, യതീം കുട്ടികൾ. ആ കുട്ടികൾ തന്നെ അവിടെ പഠിക്കാൻ മദ്രസയോ സ്കൂളോ ഒന്നുമില്ല. അതുകൊണ്ട് ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കുന്നമംഗലത്തുനിന്ന് അവർ മർക്കസിലേക്ക് വരികയാണ്. ഈ കുട്ടികൾ മർക്കസിലേക്ക് വരവും കുലൈബ് അവരുടെ മർക്കസിലേക്കുള്ള ചെല്ലലും റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്നും മർക്കസിലേക്ക് കയറുന്ന അന്നൊരു ഇടവഴിയാണ്. ഇന്നത്തതുപോലെ റോഡൊന്നുമില്ല. ഒരു വണ്ടി അങ്ങനെ പതുക്കെ അങ്ങോട്ട് പോകും, അത്രയും തന്നെ ആ റോഡുള്ളൂ. ആ റോഡിലേക്ക് എത്തുമ്പോഴാണ് ഈ കുട്ടികളും കുന്നമംഗലത്ത് നിന്ന് ഇങ്ങനെ 27 കുട്ടികളും ആ കുട്ടികളെ നിയന്ത്രിക്കുന്ന ഉസ്താദും വരിയായി ഇങ്ങനെ വരുന്നു. ഇത് രണ്ടും ആ റോഡിന്റെ ആ മുഖത്തെത്തിയപ്പോൾ കുലൈബ് ഈ ഡ്രൈവർ മുഖേന ചോദിച്ചു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നവരാണെന്ന്. അപ്പോൾ ആ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇതിവിടെ യത്തീംഖാനയുണ്ട്, ആ യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർ ഭക്ഷണത്തിന് വേണ്ടി വരികയാണ്, അവർ സ്കൂളിൽ പോയതായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 100-150 മീറ്ററാണല്ലോ അവിടുന്ന് മർക്കസിന്റെ ക്യാമ്പസിലേക്കുള്ളത്. ആ 150 മീറ്റർ പിന്നിട്ട് കുട്ടികൾ അവിടെ ചെന്നു. കുലൈബിന്റെ വണ്ടിയും ആ ക്യാമ്പസിലെത്തി. ഇന്നത്തതുപോലെ ബിൽഡിങ്ങുകളോ മറ്റോ ഒന്നുമില്ല. ഈ കുട്ടികൾക്ക് താമസിക്കാൻ ഒരു ഷെഡ്, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ മദ്രസയിൽ പഠിക്കാനും മറ്റൊക്കെ ഒരു ഷെഡ്, ഭക്ഷണം ഉണ്ടാക്കാൻ അതിന്റെ ഒരു ഭാഗം, ഇങ്ങനെ വളരെ പരിമിതമായതാണുള്ളത്. മറ്റു ബിൽഡിങ്ങിന്റെ പണികൾക്ക് അത്യാവശ്യം 1-2 ബ്ലോക്കിന്റെ തറ കെട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് കമ്പികൾ ഇങ്ങനെ മേൽപോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. മറ്റു പണികളൊന്നും നടക്കുന്നില്ല. ഈ സന്ദർഭത്തിലാണ് കുലൈബ് അവിടെ എത്തുന്നത്. അവിടെ ചെന്നിറങ്ങി കുലൈബിന്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. 10-27 കുട്ടികൾ അവിടെ പഠിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ താമസിക്കുന്നു. ആ സ്ഥിതി നേരിട്ട് കണ്ട കുലൈബ് അവர்கள் എവിടെയാണ് ശൈഖ് അബൂബക്കർ ഉള്ളത് എന്ന് അന്വേഷിച്ചു. ബഹുമാനപ്പെട്ടവർ അന്ന് കാന്തപുരത്ത് ദർശനം നടത്തുന്ന കാലമാണ്. കാന്തപുരത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ദർശനം നടത്തുകയാണ്. അപ്പോ ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ കുലൈബ് ആവശ്യപ്പെട്ടു, എങ്കിൽ ആ അബൂബക്കർ മുസ്ലിയാരെ എനിക്കൊന്ന് കിട്ടണമെന്ന് കാണണം, അതിന് നിങ്ങൾ അദ്ദേഹത്തെ പോയി കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഞാൻ കുട്ടികളെ അവിടെ സ്കൂളിൽ കൊണ്ടുപോയാക്കിയതിനു ശേഷം ഞാൻ അതിന് പോകാമെന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് 1:30 മണിയായപ്പോഴേക്കന്നെ ഈ കുട്ടികളെയും കൂട്ടി ഉസ്താദ് കുന്നമംഗലത്തെത്തുകയും സ്കൂളിലാക്കുകയും ചെയ്തതിനു ശേഷം ഈ വന്ന ടാക്സി വണ്ടിയിൽ ഈ ഉസ്താദ് അവர்கள் കാന്തപുരത്തേക്ക് പുറപ്പെട്ടു. അന്ന് 980 കാലങ്ങളിലാണ്. ഞാനിന്ന് നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അന്ന് ഗൾഫിലേക്ക് പോയിട്ടില്ല. ആ കൊല്ലങ്ങളിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അന്ന് അവിടെ ഒരു പരിപാടി AP ഉസ്താദുമായി കോളേജിൽ നടത്താനുണ്ട്, നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. അതിന് AP ഉസ്താദിനെ ക്ഷണിക്കാൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ശൈഖുന അവர்கள் എന്നെയായിരുന്നു പറഞ്ഞയച്ചത്. ആ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ളുഹുർ ബാഗെടുക്കുന്ന ഏകദേശം അടുത്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ ളുഹുർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി ഭക്ഷണവും കൂടി കഴിഞ്ഞിട്ട് ഏതായാലും പോകാം എന്ന് കരുതി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് സബക്കിനിരിക്കുകയും ആ സബക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ
കാരന്തൂരിലുള്ള ആ കുട്ടികളെ മുഅല്ലിമും വാർഡനും കൂടിയായ ഉസ്താദ് ഈ ടാക്സി വണ്ടിയിൽ അവിടെ എത്തുന്നത്. അദ്ദേഹം വന്ന് പറഞ്ഞു, അവിടെ മർക്കസിൽ ഒരാൾ വന്നിട്ടുണ്ട്, ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ഉറുദു ഒക്കെയാണ് സംസാരിക്കുന്നത്, നിങ്ങളെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉസ്താദ് പറഞ്ഞു, ഈ ദർസ് മുടക്കിക്കൊണ്ട് ആരാണ് ഇപ്പൊ അവിടെ എന്നെ കാണാൻ വന്നത്? ഏതായിരുന്നാലും മർക്കസിൽ വന്നവരല്ലേ, അവർ വണ്ടി കൊടുത്തയച്ചതല്ലേ. അന്ന് ഉസ്താദിന് കാറോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലമാണ്. ഉസ്താദ് ഭക്ഷണം കഴിച്ച് വണ്ടിയിൽ പോകാനിറങ്ങിയപ്പോ ഞാൻ അവിടുന്ന് പൂനൂർ ഇറങ്ങി, എനിക്ക് കൊയിലാണ്ടിയിലേക്ക് പോയാലും മതി. ഉസ്താദ് പറഞ്ഞു, ഏതായാലും നിങ്ങളും വരും, നമുക്ക് കോഴിക്കോട് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഞാനും മർക്കസിലേക്ക് അന്നെത്തി. ചെന്ന് അവിടെ ഞങ്ങൾ മർക്കസിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കുലൈബ് അവറുകൾ AP ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് 1 മിനിറ്റ് കരയുകയാണ് ചെയ്തത്. ഷേഖ് അബൂബക്കർ, എന്റെ അടുക്കൽ തെറ്റ് വന്നുപോയി, ഞാൻ ഷേഖ് അബൂബക്കറിനെ തെറ്റിദ്ധരിച്ചു പോയി, ഈ കാശ് മുഴുവനും നിങ്ങൾ സ്വന്തമായി എടുത്തതാണെന്നുള്ള വിവരം എനിക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പോലും എനിക്കങ്ങനെ തോന്നിപ്പോയി, അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ് 3 കത്തുകൾ, മലയാളത്തിൽ എഴുതിയ 3 കത്തുകൾ ബഹുമാനപ്പെട്ട കുലൈബി അവറുകൾ AP ഉസ്താദിന്റെ കയ്യിൽ എടുത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ആ കത്ത് വായിച്ചപ്പോൾ ഇടം കണ്ടിട്ട് ഞാനും അതിലേക്ക് നോക്കി. ഏതാനും കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ എത്തി വീഴുകയാണ്. അത്രക്കും വേദനാജനകമായിരുന്നു കത്തിലുള്ള വിവരം. എന്താണ്, നമുക്കത് ചർച്ച ചെയ്യാം. എന്തായിരുന്നു ആ കത്തിലുള്ള വിവരമെന്ന് പ്രിയമുള്ള സഹോദരന്മാർ നാം മനസ്സിലാക്കണം. അല്ലെ, 10-40 കൊല്ലം മുമ്പ് നടന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ആ കത്തിലുള്ളത് തികച്ചും AP ഉസ്താദിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മരവിപ്പിക്കുന്ന പ്രവർത്തന ഗോതയിൽ നിന്ന് തന്നെ AP ഉസ്താദിനെ മാറ്റി നിർത്തുന്ന ഒരു പദ്ധതിയായിരുന്നു അവരുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ കൊടുത്ത കാശൊന്നും മർക്കസിന് വേണ്ടിയോ യതീംഖാനയ്ക്ക് വേണ്ടിയോ ചെലവഴിച്ചിട്ടില്ല എന്ന വിവരം മാത്രമല്ല, അത് തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതും കൂടിയാണ്. ആ എഴുത്ത് ഇന്നും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൈവശം സൂക്ഷിപ്പുണ്ട്. പക്ഷേ തന്റെ മാനവികത ഒന്നുകൊണ്ടും ഹൃദയവിശാലത കൊണ്ടും ആ എഴുത്ത് ഇന്നുവരെ ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, അത് കാണിക്കുകയുമില്ല. അതല്പം കണ്ട എന്നോടുമുള്ള കണ്ടീഷൻ, അതൊരാളോടും അതിനുള്ള വിവരം പൂർണ്ണമായി പറയാൻ പാടില്ല, ഒരു സൂചന കൊടുക്കാൻ വേണ്ടി വന്നിടത്ത് ചെയ്യുകയല്ലാതെ കത്തിലുള്ള ഓരോ വരികളും വായിച്ച് അതൊരിക്കലും ഈ സമുദായത്തിന് വളരെ അപമാനമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഉസ്താദ് വിലക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട കുലൈബ് അവറുകൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവര് അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുന്നു, യതീംഖാനയുടെ ഷെഡിൽ വെച്ച് ഷേഖ് അബൂബക്കർ, എന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരു പള്ളി കൂടി നിങ്ങൾ ഈ യതീംഖാനയ്ക്ക് സമീപം എടുക്കണം. അതാണ് ഇന്ന് മർക്കസ് ക്യാമ്പസിലുള്ള മസ്ജിദ് കുലൈബ് അൽ ഹാമിലി, അബ്ദുള്ള കുലൈബ് അൽ ഹാമിലി. ആ പള്ളിയുടെ പേര് അങ്ങനെയാണ്. ഹാമിലി എന്നുള്ളത് ഈ അബ്ദുള്ള കുലൈബിന്റെ കുടുംബ പേരാണ്. കാരണം ബഹുമാനപ്പെട്ടവർക്ക് സ്വന്തമായി അന്നൊരു പള്ളി എടുത്തു കൊടുക്കാൻ പൂർണ്ണമായി നിവർത്തിയില്ല. അതുകൊണ്ട് കുടുംബക്കാരോട് പറഞ്ഞ് കുറച്ച് സഹായം അവരോടും വാങ്ങി കുടുംബത്തിന്റെ പേരിലാകട്ടെ ഈ പള്ളി. യതീംഖാനയുള്ളത് ബഹുമാനപ്പെട്ടവരുടെ മാതാവിന്റെ പേരിലാണ്, തുർക്കിയ എന്നാണ് അവരുടെ മാതാവിന്റെ പേര്. അതുകൊണ്ടാണ് മർക്കസിലുള്ള യതീംഖാന തുർക്കിയ യതീംഖാന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പള്ളിയാണെങ്കിലോ അത് കുടുംബത്തിന്റെ പേരിലും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പല ഭാഗത്തും വിവരം കിട്ടി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അറബി വന്നിട്ടുണ്ട്, ഒരു അറബി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കുലൈബിന് ഇവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും ഒരു 2 ദിവസമെങ്കിലും അതിഥിയായി നിൽക്കണമെന്നും നിർബന്ധിച്ചപ്പോൾ കുലൈബ് അവറുകൾ നിന്നതാണ്. കോഴിക്കോട് അന്ന് തിരക്കിടില്ലാത്ത സ്വീക്കിൻ എന്ന് പറയുന്ന ഹോട്ടലിൽ, ബീച്ചിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അബ്ദുള്ള കുലൈബ് അവറുകളെ അവിടെ താമസിപ്പിച്ചു. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ, ചുരം ഒന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും വന്ന് നമുക്കില്ല. പട്ടിക്കാട് കോളേജിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, നന്ദി ദാറുസ്സലാം അറബി കോളേജ് കാണിച്ചു കൊടുത്തു, സഅദിയ അറബി കോളേജ് ചെറിയ രൂപത്തിൽ ഒന്നുണ്ട്, അതൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഈ കേരളത്തിന്റെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഇതിനൊക്കെ പോയിരുന്നത് വണ്ടി കോഴിക്കോട് നല്ലളത്തിനടുത്തുള്ള മുണ്ടോളി ഹൈദർ ഹാജി എന്ന ആളുടെ വാഹനത്തിലായിരുന്നു. നല്ലളത്തിനടുത്ത് അരീക്കാട് പള്ളിയുടെ ഭാഗത്തുള്ള ആ റൂട്ടിലൂടെ കുറച്ചങ്ങോട്ട് പോയാൽ
കോട്ടുമ്മൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ട മരക്കാർ കുത്തി ഷഹീദവറുകളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നിലകൊള്ളുന്ന മക്കാമുള്ള സ്ഥലവും കൂടിയാണത്. അവിടെയാണ് മുണ്ടോളി ഹൈദർ ഹാജിയുടെ വീടുള്ളത്. ആ മുണ്ടോളി ഹൈദർ ഹാജിക്കാണ് അന്ന് AP ഉസ്താദിനോട് ബന്ധമുള്ള പണക്കാരിൽ ഒരു വണ്ടിയുള്ളത്. ആ വണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുലൈബിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ പോകുന്നതിൻ്റെ ഇടയിൽ അറബി വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ പലരും AP ഉസ്താദിനെ സമീപിച്ചു പള്ളിയെടുക്കാൻ വേണ്ടി. അല്ലെ, കുന്നമംഗലത്തുള്ളവരുണ്ട്, ചൂലൂരുള്ളവരുണ്ട്, അതുപോലെ ചളിക്കോളുള്ളവരിങ്ങനെ ആ പ്രദേശത്തുള്ള പല മഹല്ലുകാരും. ആ കൂട്ടത്തിൽ മുണ്ടോളി ഹൈദർ ഹാജിയുടെ അടുത്ത പ്രദേശമാണ് അരീക്കാട്. അല്ലെ, മെയിൻ റോഡിന്റെ പക്കത്താണ്, മീൻചന്തന്റെ പുറം അരീക്കാട്. ആ അരീക്കാട് പള്ളിന്റെ അടുത്തു കൂടിയാണ് ഈ മുണ്ടോളി ഹൈദർ ഹാജിയുടെ അടുത്തേക്കുള്ള റോഡ് പോകുന്നത്. അങ്ങനെ ഈ അരീക്കാട് ഹൈദർ ഹാജിയുടെ അടുത്ത സ്ഥലമായതിന്റെ പേരിലും ആ പള്ളി അന്ന് കുറെ പഴക്കം കൊണ്ട് ഒക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ടും ഈ കുലൈബിനോട് ഇവരും ആവശ്യപ്പെട്ടു ഞങ്ങൾക്കും പള്ളിയെടുത്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ഒന്നും ആവശ്യം അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ കുലൈബിന് സാധ്യമല്ല. കുലൈബ് ആരോടും ഇല്ല എന്നോ ഉണ്ട് എന്നോ ഒരു വിവരവും പറഞ്ഞില്ല. ഇൻഷാ അള്ളാഹ് പറയുന്നവരോടൊക്കെ ഇൻഷാ അള്ളാഹ് എന്ന് മാത്രം പറഞ്ഞു. അറബികളുടെ സാധാരണ ഒരു വാക്കും കൂടിയാണത്. അള്ളാഹു തോപ്പിയൊക്കെ ചെയ്താൽ നമുക്ക് നോക്കാം എന്ന നിലക്ക്. അങ്ങനെ കുലൈബ് അവറുകൾ തിരിച്ച് അബുദാബിയിലേക്ക് പോയി. പിന്നീട് അബുദാബിയിലെത്തിയ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ അടുക്കൽ കുലൈബ് അവറുകൾ ഇന്ത്യയുടെ 5 ലക്ഷം റുപ്യ ഏൽപ്പിച്ചു. 5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ അതിനുള്ള ദിർഹം ഏൽപ്പിച്ചു. അല്ലെ, അന്ന് ഒരു ദിർഹമിന് 2 റുപ്യയും 80 പൈസയും കിട്ടുന്ന കാലമാണ്. അപ്പൊ 5 ലക്ഷത്തിന് 1 ലക്ഷം ദിർഹമുണ്ടായാൽ തന്നെ അന്ന് 2,80,000 കിട്ടും. അങ്ങനെ ആ അത്രക്ക് മൂല്യമുള്ള കാലമാണെന്ന്. അതിന് ആ 5 ലക്ഷം റുപ്യയ്ക്ക് കണക്കായ ദിർഹം ഏൽപ്പിച്ചിട്ട് AP ഉസ്താദിനോട് അന്ന് പറഞ്ഞ വാക്ക്, ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന അടിസ്ഥാനത്തിൽ ആ കൈകാര്യം ചെയ്തതിലാണ് AP ഉസ്താദിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ശത്രുക്കളുടെ രംഗത്ത് വന്നത്. എന്താണ് ആരോപണം? നമുക്കൊന്ന് പരിശോധിക്കാം. അരീക്കാട് പള്ളി എന്ന പേരിലാണ് ആദ്യമായിട്ട് AP ഉസ്താദിന്റെ പേരിൽ ഒരാരോപണം ഇവർ ഉന്നയിക്കുന്നത്. ഈ അരീക്കാട് പള്ളിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ കാരണം ബഹുമാനപ്പെട്ട അബ്ദുള്ള കുലൈബ് അൽ ഹാമിദി AP ഉസ്താദിന്റെ അടുക്കൽ 5 ലക്ഷം റുപ്യ ഈ പള്ളികൾക്കായി കൊടുക്കുന്നു. എന്നിട്ട് ഉസ്താദിനെ പരിപൂർണമായി ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിത് വിനിയോഗിക്കാം. ഹൈദറിന്റെ പള്ളിക്ക് ഒരൽപ്പം അധികം കൊടുക്കണം. ഹൈദർ എന്ന് പറഞ്ഞാൽ മുണ്ടോളി ഹൈദർ ഹാജി ഈ 3-4 ദിവസം ഈ കുലൈബിന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ പേരിൽ ഹൈദറുമായി പ്രത്യേകം ഒരു അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈദർ പറഞ്ഞ പള്ളിക്ക് അഥവാ അരീക്കാട് പള്ളിക്ക് കുറച്ചധികം കൊടുക്കണം, ബാക്കി നിങ്ങളുടെ സൗകര്യാനുസൃതം നിങ്ങൾക്ക് വീതിച്ച് നൽകാം എന്ന് പറഞ്ഞ് കുലൈബ് അവറുകൾ AP ഉസ്താദ് ഏൽപ്പിച്ച കാശിൽ നിന്ന് 2,80,000 റുപ്യയും ഹൈദർ ഹാജി മുഖേന ഈ അരീക്കാട് പള്ളിക്ക് വേണ്ടി AP ഉസ്താദ് അവറുകൾ കൊടുത്തു. ആ പള്ളിയുടെ പണിയും കുറെ ഭാഗം നടന്നു. അപ്പോഴാണ് ഈ കുലൈബിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന നാദാപുരക്കാരനായ ആ രാഷ്ട്രീയക്കാരൻ മുഖേന ഈ AP ഉസ്താദിന്റെ കൂടെ സമസ്തയിൽ പ്രവർത്തിച്ചിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹാപണ്ഡിതന്റെ വിവരം അറിയിക്കുന്നത് 5 ലക്ഷം റുപ്യ കാന്തപുരത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്തിനാണെന്ന് പറഞ്ഞില്ല. ഈ 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അരീക്കാട് പള്ളിയുടെ അന്നത്തെ സെക്രട്ടറി ഈ പറഞ്ഞ പണ്ഡിതനുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണ്ഡിതൻ ഈ അരീക്കാട് പള്ളി സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും 5 ലക്ഷം റുപ്യ നിങ്ങൾ പള്ളിക്ക് തന്നിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, നിങ്ങൾക്കത് കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്നിവർ മറുപടി പറയുകയും അവരൊക്കെ കൂടി പിന്നീട് ഒരു ഗൂഢാലോചന നടത്തി ഈ അരീക്കാട് പള്ളിക്ക് കിട്ടിയ കാശ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അത് സ്വന്തമായി അതിൽ നിന്നും തട്ടിയെടുത്തു. പള്ളിന്റെ പണം അദ്ദേഹം അപഹരിച്ചെടുത്തു എന്നിവർ വരുത്തി തീർക്കുകയും അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കാന്തപുരം ഉസ്താദിനെതിരെ ഇവരിങ്ങനെ ചർച്ച സ്വകാര്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ നടത്താൻ തുടങ്ങി. എന്നിട്ടും അവർ മതിയാക്കിയില്ല. അന്ന് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വത്തിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയൊരു ക്ഷുദ്രകൃതിയായിരുന്നു അന്ന് മലപ്പുറത്ത് നിന്ന് കമ്മവും
എം.ഐ തങ്ങളും കൂടി പുറത്തിറക്കുന്ന മാപ്പിളനാട് എന്ന് പറഞ്ഞൊരു ശുദ്ധഗതി ഇല്ലേ. പേര് മാപ്പിളനാടാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വലിയ അപമാനമുള്ളൊരു പത്രമായിരുന്നു അത്. ആ പത്രത്തിൽ അതിന്റെ ലാസ്റ്റ് പേജിൽ, അര പേജിൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ കാന്തപുരം ലക്ഷങ്ങൾ അമുക്കി എന്ന് പറഞ്ഞ് ഈ കാര്യം വളരെയധികം മോശമായ നിലയ്ക്ക് ചിത്രീകരിച്ച് ഈ പണ്ഡിതനെ ജനമധ്യത്തിൽ കാറടിക്കാൻ വേണ്ടി അവർ വലിയ ന്യൂസ് കൊടുത്തു. അത് കിട്ടിയവരൊക്കെ വായിക്കുകയും കഴിയുന്നത്ര ഫോട്ടോ കോപ്പി എടുത്ത് ഈ ജനമുജകളൊക്കെ അത് വിതരണം ചെയ്യുകയും രാഷ്ട്രീയക്കാർ അതിനു വേണ്ടി ഒത്താശ ചെയ്യുകയും ചെയ്തു. ആ സന്ദർഭത്തിലായിരുന്നു ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മർക്കത്തിന് വേണ്ടിയുള്ള കുവൈത്തിലേക്കുള്ള ഒരു പര്യടനം. ഈ കുവൈത്തിലേക്ക് AP പോകുന്ന വിവരം അറിഞ്ഞപ്പോൾ ഈ കോപ്പി അങ്ങോട്ട് കുവൈത്തിലേക്ക് അയച്ചു കൊടുക്കുകയും AP ഉസ്താദ് അവിടെ എത്തുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ഫോട്ടോ കോപ്പി എടുത്ത് അവിടുത്തെ മലയാളികൾക്ക് മുഴുവനും എത്തിച്ചു കൊടുക്കുകയും ഈ വരുന്ന പണ്ഡിതന് ഒരു പൈസയും നിങ്ങൾ കൊടുത്തു പോകരുത്, ഇങ്ങനെയാണ് ഇയാൾ ചെയ്യുന്നത് എന്നുള്ള വിവരം പലരെയും അറിയിക്കുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നാണല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കുവൈത്ത് പര്യടനം 100% വിജയിക്കുകയും ഉസ്താദ് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോരാൻ സാധിക്കുകയും ചെയ്തു. ഇത് വലിയൊരു ചർച്ചയായി ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു. അപ്പോൾ കുറെ ആളുകൾ അഥവാ സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആലിമീങ്ങളും അവരുടെ പിണയാളുകളാകുന്ന ചില രാഷ്ട്രീയക്കാരും ഇത് കൊണ്ടുപിടിച്ച് ഇതിനെതിരെ രംഗത്ത് വരികയും ഈ പേര് പറഞ്ഞ് AP ഉസ്താദിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് വരെ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് മഹാനായ AP ഉസ്താദിന്റെ കൂടെ ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ ശൈഖുന EK അബൂബക്കർ മുസ്ലിയാർ പാറ പോലെ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ഈ വൈതാളികരുടെ എല്ലാവിധ കുപ്രചരണങ്ങളും അവർക്ക് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. എത്രത്തോളം നിങ്ങൾക്കറിയുമോ, AP ഉസ്താദിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ അവർ സ്വയം ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുകയും കോഴിക്കോട്ടൊരു പൗരപ്രധാനിയും സുന്നിയുമായ പരീക്കുട്ടി ഹാജി എന്നവരും അവരുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ കൂടി ഒരു അന്വേഷണ പ്രഹസനം നടത്തുകയും എന്നിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ചേരുന്ന ദിവസം ഇവർ ചുരുട്ടിമടക്കി പിടിച്ച് മുഷാവറയിലേക്ക് എത്തിക്കുകയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ആ റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഇനി എന്താ ഹാജിയാരെ വേണ്ടത്, ഞങ്ങൾ ചർച്ച ചെയ്യാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും ആ റിപ്പോർട്ട് കൊടുക്കാൻ വന്നവരെയും അവിടെ നിന്ന് ഇറക്കി വിടുകയും അവരിറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ആ മുഷാവറ ചേരുന്ന ഹാളിലുള്ള ചവറ്റുകൊട്ടയിലേക്ക് ഈ റിപ്പോർട്ട് മറ്റുള്ള ആലിമീങ്ങളുടെ മുന്നിൽ വെച്ച് വലിച്ചെറിയുകയും ആലിമീങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ജാഹിലീങ്ങൾക്ക് എന്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാ എന്നൊരു കമാൻഡ് എടുക്കുകയും ചെയ്ത് ആ റിപ്പോർട്ട് അതോടുകൂടി അവിടെ പരിസമാപ്തി കുറിച്ചു. വലിയും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ ഒരു പള്ളിയുടെ പേരിൽ സമസ്തയിലുള്ള ആലിമീങ്ങൾ ഭിന്നിക്കുന്ന രംഗം വന്നപ്പോൾ മഹാനായ മർഹൂം ശംസുൽ ഉലമ അവர்கள் തന്നെ മുൻകൈയെടുത്ത് ഇതിന്റെ ഒരു പരിഹാരം കാണാൻ അബ്ദുല്ലാ ഖലീബുൽ ഹാമിലിയുമായി നേരിട്ട് ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ടവ ഖലീബ് അവர்கள் സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ആധികാരികമായി ലെറ്റർ അയക്കുകയും 5 ലക്ഷം ഉറുപ്പിക അത് ശൈഖ് അബൂബക്കറിനെ ഞാൻ ഏൽപ്പിച്ചത് ശൈഖ് അബൂബക്കറിന്റെ ഇഷ്ടാനുസരണം അത് വിതരണം ചെയ്യാൻ വേണ്ടിയാണ്, ഇന്ന പള്ളിക്ക് ഇത്ര എന്ന് ഞാൻ കണക്കാക്കി കൊടുത്തിട്ടില്ല, ശൈഖ് അബൂബക്കർ എങ്ങനെ വിതരണം ചെയ്താലും എനിക്കതിന് സമ്മതമാണ്, ഞാൻ ആ അടിസ്ഥാനത്തിൽ ശൈഖ് അബൂബക്കറിനെ ഏൽപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായ കത്ത് മുഷാവറയ്ക്ക് ലഭിക്കുകയും ആ കത്ത് മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗം വിശദമായി ചർച്ച ചെയ്യുകയും ആ അടിസ്ഥാനത്തിൽ കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ ഒരു തകരാറും ഒരു കുഴപ്പവുമില്ല എന്ന് ഏകകണ്ഠമായി മുഷാവറ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ഉസ്താദിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ഈ പണ്ഡിതന്മാരടക്കമുള്ളവർ അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണരായിട്ടാണ് അന്ന് ആ മുഷാവറയിൽ നിന്നും അവർ പിരിഞ്ഞ് അവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലേക്കോ അവർ പോയത്. പക്ഷേ ഇത് മുഷാവറയുടെ അകത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചെങ്കിലും പുറത്ത് രാഷ്ട്രീയക്കാരും അതുപോലെ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ വഹാബികളും അതുപോലെ മറ്റ് ഏതൊക്കെ കക്ഷികളുണ്ടോ ഈ വിരോധികൾ അതിവരെ ഏറ്റെടുത്തുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും
പൊതുജനങ്ങളെ വഴിതെറ്റിക്കാനും ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ അന്നത്തെ മുസ്ലിം പത്രമാകുന്ന ലീഗിന്റെ 2 പത്രമുണ്ട്. ഒന്ന് വിമത ലീഗ് അഥവാ അഖിലേന്ത്യാ ലീഗ് എന്ന് പറയുന്ന വിമത ലീഗിന്റെ പത്രവും, യൂണിയൻ ലീഗ് എന്ന് പറയുന്ന ലീഗിന്റെ ചന്ദ്രികാ പത്രവും, മറ്റൊന്ന് ലീഗ് ടൈംസും. ഈ പത്ര ഓഫീസുകളെ സമീപിച്ചു. ഇങ്ങനെ തെറ്റിദ്ധാരണ ജനങ്ങളിടയിലുണ്ട്, അതൊന്ന് തീർന്നു കിട്ടണം. അതിനുവേണ്ടി അബ്ദുള്ള കുലൈബൽ ഹാമിലി തന്ന കാശി എത്ര, അത് അരീക്കാട് പള്ളിക്ക് കൊടുത്തത് എത്ര, കുന്നമംഗലം പള്ളിക്ക് കൊടുത്തത് എത്ര, കാരന്തൂർ പള്ളിക്ക് എത്ര കൊടുത്തു, മറ്റുള്ള പള്ളികൾക്ക് എത്ര കൊടുത്തു, അതിനൊക്കെ വിശദമായ ഒരു കണക്കുണ്ട്. അവരിൽ നിന്നൊക്കെ അതിന് റെസിപ്റ്റും വാങ്ങിയിട്ടുണ്ട്. ഈ 5 ലക്ഷത്തിന്റെ വരവും 5 ലക്ഷത്തിന് ചെലവുമുണ്ട്. അത് ഈ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടി നിങ്ങൾ ഈ പത്രത്തിൽ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ലിസ്റ്റ് ലീഗ് ടൈംസ് പത്രത്തിൽ അഥവാ വിമത ലീഗിന്റെ പത്രത്തിൽ അവർ പ്രസിദ്ധീകരിച്ചു. ചന്ദ്രികാദിന പത്രത്തിലും പോകുമ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കൂടെ അന്ന് ആ പത്രം ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് വളരെ മാന്യമായി ഇവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവര് അതിന് സമ്മതിച്ചില്ല. ഞങ്ങൾക്കത് ആലോചിക്കണം, പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. 2ാമതൊരു പ്രാവശ്യവും കൂടി ഞങ്ങൾ പോയി. നിങ്ങൾ എന്നാൽ ഇത് റിപ്പോർട്ടായിട്ട് കൊടുക്കണ്ട, നിങ്ങളെ പത്രത്തിൽ പരസ്യം കൊടുത്താൽ മതി, ആ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതിന് ചാർജ് ഞങ്ങൾ തരാം, എന്നാ ഞങ്ങൾ ആലോചിക്കാം എന്ന് പറഞ്ഞ് പിന്നെയും മടക്കി അയച്ചു. പിന്നീട് ഞങ്ങൾ ചെന്ന് ഇത് കൊടുത്തിട്ട് നിങ്ങളിത് പരസ്യമായിട്ട് വന്ന് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് പരസ്യ വിഭാഗം മാനേജറുമായി നിങ്ങൾ ആലോചിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പുറത്തെ ഓഫീസിലിരിക്കുന്ന പരസ്യ വിഭാഗം മാനേജറെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അദ്ദേഹം വളരെ ദാർഢ്യതയോടുകൂടി വളരെ അഹങ്കാരത്തോടുകൂടി ഞങ്ങളോട് പറഞ്ഞ മറുപടി, ചന്ദ്രികാദിന പത്രത്തിൽ ഏത് പരസ്യം കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് ഈ പത്രത്തിന്റെ മാനേജ്മെന്റിനാണ്. അത് ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യും, ഞങ്ങൾക്ക് ഇപ്പോൾ അത് കൊടുക്കാൻ നിർവാഹമില്ല. ഈ 3ാമത് പ്രാവശ്യം പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മർഹൂം പാറന്നൂർ മഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വളരെ വിഷാദത്തോടുകൂടി വിഷമത്തോടുകൂടി ഞങ്ങൾ ആ പത്രത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി മുറ്റത്ത് വെച്ച് ആദ്യമായി ആലോചിച്ച ഒരു തീരുമാനമാണ് സുന്നികളുടെ കാര്യം നമുക്ക് ജനങ്ങളോട് പറയാൻ. സുന്നികൾക്കൊരു പത്രം വേണം, സുന്നികൾക്ക് ഒരു പത്രം വേണമെന്ന്. പക്ഷേ ഒരു നിവൃത്തിയും അന്നില്ല. അത് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല, മറ്റുള്ള അക്കാഡമിക് മറ്റു സൗകര്യങ്ങളൊന്നും അതും ഇല്ല, ഒന്നുമായിട്ടില്ല. ഒരു പത്രം ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ കഴിയില്ലല്ലോ. എന്നാലും അന്നുള്ള സാധുവായ പ്രവർത്തകനായ എന്റെ മനസ്സിലും നേതാക്കളായ ഉസ്താദിന്റെയും പാറന്നൂരിന്റെയും മനസ്സിലും അന്നങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ അന്ന് തന്നെ പൂത്തുലഞ്ഞു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്നോട് തിരിച്ചു പോകുന്നത്. ഇതായിരുന്നു സ്ഥിതി. ഈ പത്രം മുസ്ലിമീങ്ങളതാണെന്ന് പറയുന്ന, മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടേതാണെന്ന് പറയുന്ന ഈ പത്രം ഒരു തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാതെ ഈ പണ്ഡിതനെ മടക്കി അയച്ച പത്രമാണിതെന്നുകൂടി ഈ തരുണത്തിൽ നാം പ്രത്യേകം അടിവരയിട്ട് ഓർമ്മിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇവർ കൊടുത്തില്ലെങ്കിലും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പള്ളിയുടെ വിശദീകരണവുമായി ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഓടി നടക്കേണ്ടി വന്നു. തന്റെ ഊർജം, മർക്കസിന് വേണ്ടി ചെലവഴിക്കേണ്ട ഊർജം, ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ഊർജം ഈ കുപ്രചരണക്കാരുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ AP ഉസ്താദ് പല ഭാഗത്തേക്കും പോകേണ്ടി വന്നു. അങ്ങനെ അതിന്റെ ഒരു പരിപാടി നാദാപുരത്തും നടക്കുന്നു. എന്താണ് നാദാപുരത്ത് സംഭവിച്ചത്? നമുക്കത് പരിശോധിക്കാം. എന്താണ് നാദാപുരത്ത് സംഭവിച്ചത്? നാം വളരെ വ്യക്തമായി അത് മനസ്സിലാക്കണം. നാദാപുരത്ത് ഈ അരീക്കാട് പള്ളിയുടെ വിശദീകരണ യോഗം നടക്കുകയാണ്. ജനബാഹുല്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നൊരു സദസ്സ്. നാദാപുരമാണെങ്കിലോ രാഷ്ട്രീയക്കാരുടെ ഒരു കേന്ദ്രവും, സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാണ് നാദാപുരമെന്ന്. ആ നാദാപുരത്ത് വെച്ച് ഈ പള്ളിയുടെ വിശദീകരണം AP ഉസ്താദ് നടത്തുന്ന ആ ദിവസം പുറത്തിറങ്ങിയ ചന്ദ്രികാദിന പത്രത്തിൽ മാമാട്ടിക്കുട്ടിയമ്മ എന്ന ഒരു സിനിമ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് മാമാട്ടിക്കുട്ടിയമ്മ എന്നാണ്. ഏകദേശം ഒരു 3 വയസ്സായ ഔറത്ത് മറക്കാത്ത ചെറിയൊരു പെൺകുട്ടി തന്റെ ഔറത്തിന്റെ ഗുഹ്യഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ട് ചന്ദ്രികയുടെ മുൻ പേജിൽ തന്നെ നിൽക്കുന്ന വലിയ ഒരു കളർ ഫോട്ടോ ഉള്ള ഒരു റിപ്പോർട്ട്. ആ മാമാട്ടിക്കുട്ടിയമ്മക്ക് അന്ന് എന്തോ അവാർഡ് കിട്ടിയതോ മറ്റോ ഉള്ള ഒരു റിപ്പോർട്ടാണെന്നുള്ളത്.
ഈ ചന്ദ്രികാദിന പത്രം AP ഉസ്താദ് ജനങ്ങൾക്ക് ഉയർത്തിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു, മുസ്ലിങ്ങളുടെ പത്രമാണെന്ന് അവകാശപ്പെടുന്ന ഈ പത്രത്തിൽ ഇങ്ങനെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ഒരു സിനിമക്ക് അവാർഡ് കിട്ടിയത് നിങ്ങൾക്ക് പ്രാധാന്യത്തോടുകൂടെ കൊടുക്കാം. ഇവിടെ ജനങ്ങൾ മുർത്തദ്ദായി പോകാൻ കാരണമാകുന്ന, ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ കാരണമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് അതിവിടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി ജനങ്ങൾക്കൊന്ന് അറിയിച്ചു കൊടുക്കാൻ പരസ്യത്തിന്റെ ചാർജ് സ്വീകരിച്ചിട്ടെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കുകയില്ല എന്ന് ധിക്കാരപൂർവം പറഞ്ഞ ഒരു പാർട്ടിയുടെ പത്രമാണിതെന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ നിന്നും ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ ആ ചന്ദ്രിക ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പരിപാടിയിൽ സാധുവായിരിക്കാമെന്ന് ഞാനും ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയക്കാരുടെ പിത്തലാട്ടം തോനെയുള്ള ഈ നാദാപുരത്ത് എന്തൊക്കെയോ സംഭവിക്കുമെന്നൊരു പക്ഷേ എന്റെ മനസ്സിലും തോന്നിപ്പോയി. പക്ഷേ സദസ്സും അവിടെയുള്ള സ്റ്റേജും ജനങ്ങളുമൊക്കെ നിശബ്ദരായി, സ്തബ്ധരായി. അവരിങ്ങനെ നിൽക്കുകയല്ലാതെ ഒരു കുട്ടിക്ക് പ്രതികരണശേഷിയില്ലായിരുന്നു. എന്നിട്ട് AP ഉസ്താദ് ഒന്നുകൂടി പറഞ്ഞു, പരിശുദ്ധമായിരിക്കുന്ന ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ പണ്ഡിതന്മാർക്കെതിരെയാണോ നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ നിശ്ചയമായും അള്ളാഹുവിന്റെ കോർട്ടിൽ നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ മതിയാകൂ എന്ന് ഉപദേശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ അന്നത്തെ പരിപാടി അവിടെ അവസാനിപ്പിച്ചത്. ഞാനിത് പറയുന്നത് തന്റെ ഇടത്തോടുകൂടി AP ഉസ്താദ് ചെയ്യേണ്ടതും പറയേണ്ടതും ഏത് സമയത്തും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദിനപത്രം അന്ന് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ ബഹുമാനപ്പെട്ട AP ഉസ്താദുകൾക്ക് ഊർജം കിട്ടിയത്. അതിന്റെ പേരിൽ ഒരു കുട്ടിക്കന്നിവിടെ ചെറുവിരലനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടിന്റെ നാനാഭാഗത്തും ഓടി നടന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ഈ AP ഉസ്താദിന്റെ എതിരിൽ ഈ പണ്ഡിതന്മാരടക്കം രാഷ്ട്രീയക്കാർ പറയുന്നതിൽ കഴമ്പില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് ജനങ്ങൾ അത് അവരുടെ ആ മനസ്സിൽ നിന്നും അത് ഒഴിവാക്കി കളഞ്ഞു. അപ്പോഴും ഈ വഹാബി പരിശകൾ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ് രാഷ്ട്രീയത്തിലൂടെ കയറി വന്ന് ദീന നശിപ്പിക്കാനൊരുങ്ങുന്നവർ അവിടെയും അവർ പരാജയപ്പെട്ടപ്പോൾ അവർ ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ മഹാനവറുകളുടെ വഫാത്ത് സംഭവിക്കുന്നത്. മഹാനായ EK ഹസൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് കൂടി അഹോരാത്രം ഈ ഗോതയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായതിനു ശേഷമാണ് സുന്നി യുവജന സംഘത്തിന് ഒരു ജീവൻ വെച്ചത്. ആ ജീവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂണിറ്റുകൾ അത് രൂപീകരിക്കുകയും ഓരോ സ്ഥലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ജീവസ്വിറ്റ ഒരു സംഘടനയായി സുന്നി യുവജന സംഘത്തിനെ വളർത്തിക്കൊണ്ടുവരികയും അതിന് കഠിനാധ്വാനം ചെയ്യാൻ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കൂടെ ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ പണ്ഡിതനായ, ഏറ്റവും വലിയ ദീക്ഷാശാലിയായ, ഏറ്റവും വലിയ ഒരു ഉരുക്കു മനുഷ്യനായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ മുന്നണി പോരാളിയായി രംഗത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് രോഗം ബാധിച്ച് കിടപ്പിലായി. മെഡിക്കൽ കോളേജിൽ ഏതാനും ദിവസം വിശ്രമിച്ചു. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ സന്ദർഭത്തിലാണല്ലോ വഹാബി നേതാവ് യാ ഹസൻ അസ്ലിം തസ്ലം വഇല്ല ഫഇന്ന അലൈക ഇസ്മ അത്ബായിക്, ഓ ഹസൻ നിങ്ങൾ മരണാസന്ന നിലയിലാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ മുസ്ലിമാകണം, അല്ലെങ്കിൽ നിങ്ങളോടുകൂടെ പിന്തുടർന്ന് ഒരുപാട് അനുയായികൾ നിങ്ങളെ കൂടെയുണ്ട്, അവരൊക്കെ വഴിപിഴച്ചു പോകുന്നതിന് നിങ്ങളും കാരണക്കാരാകുമെന്ന് മരണാസന്നനായി ആശുപത്രിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ മഹാനവറുകൾക്ക് കത്തെഴുതാൻ ദാർഢ്യം കാണിച്ച വഹാബി പരിശകളും നേതാക്കളുമായിരുന്നു അന്നുണ്ടായിരുന്നെന്ന് കൂടി ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ഹസൻ മുസ്ലിയാർ അവറുകൾ വഫാത്തായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വഹാബികൾ ഇങ്ങനെ ഒന്നുകൂടി സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി. അവർ എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഏകദേശം 31 കൊല്ലം മുമ്പ് കൊട്ടപ്പുറത്തൊന്ന് സംഭവിച്ചത്. എന്താണത്? നമുക്ക് വിശകലനം ചെയ്യാം. മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം വഹാബികൾ സടകുടഞ്ഞെഴുന്നേറ്റു. അപ്പോഴാണ് പുളിക്കലിൽ ഒരു ഗണ്ണന പ്രസംഗം നടക്കുന്നു. മർഹൂം കല്ലൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ
വഹാബികളെ ഗണ്ണിച്ചുകൊണ്ട് തന്റെ സ്വസ്ഥമായ ശൈലിയിൽ സരസമായി വഹാബിസത്തിന്റെ ഓരോ കള്ളത്തരങ്ങളും അവരിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വഹാബികൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് ഇതിന് മുഖാമുഖത്തിന് തയ്യാറുണ്ടോ, ഒരു വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ? ആ വെല്ലുവിളി ബഹുമാനപ്പെട്ട കല്ലൂർ മഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഏറ്റെടുത്തു. അവിടുത്തെ SSF അന്ന് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. അങ്ങനെ ഏറ്റെടുത്ത ആ പരിപാടി അത് വഹാബികൾ സാധാരണഗതിയിൽ അവരതിന് വ്യവസ്ഥയൊക്കെ എഴുതി മുങ്ങലാണ് പതിവ്. പക്ഷേ അവിടെ അവർക്ക് രംഗത്ത് വരേണ്ടി വന്നു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മഹാന്മാരായ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി വ്യവസ്ഥ തയ്യാറാക്കി. പുളിക്കലെടുത്ത കൊട്ടപ്പുറം എന്ന പ്രദേശത്തെ വേനൽക്കാലത്തുള്ള കട്ടപ്പാടത്ത് ആ വാദപ്രതിവാദത്തിന് കളമൊരുങ്ങി. 4 ദിവസമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ സുന്നി പണ്ഡിതന്മാർ അണിനിരന്നു. പക്ഷേ അവിടെയും ദുഃഖത്തോടുകൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. മഹാനായ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആവശ്യമായിരിക്കുന്ന ചില കുറിപ്പുകൾ വരെ തയ്യാറാക്കി ഒരുങ്ങി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കി ചില പണ്ഡിതന്മാരൊക്കെ ആ ദിവസം വന്നപ്പോൾ എന്തോ അതിൽ നിന്നും മാറി നിന്നു. അവരാം കുറ്റപ്പെടുത്തുന്നില്ല. എന്തായിരുന്നാലും പലരെയും അന്ന് ആ സ്റ്റേജിൽ കണ്ടിട്ടില്ല. അന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ, മഹാനായ മർഹൂം CM വലിയുള്ളാഹി മഹാനവർകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ എത്തിയെന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നെഞ്ചത്ത് തന്റെ കൈ കൊണ്ട് ചെറുങ്ങനെ നടിക്കുന്നത് പോലെ വെച്ച്, നിങ്ങൾ പോകൂ, സുന്നത്ത് ജമാഅത്തിനാണ് വിജയം, സുന്നത്ത് ജമാഅത്തിനെ ഞാൻ വിജയിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, അവരുമായി വാദപ്രതിവാദം നടത്താം എന്ന് AP ഉസ്താദിന് ധൈര്യം കൊടുക്കുകയും ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ അചഞ്ചലമായിരിക്കുന്ന ആ നിശ്ചയദാർഢ്യതയോടുകൂടി കൊട്ടപ്പുറത്തെത്തുകയും ചെയ്തു. ആദ്യത്തെ ഒരു ദിവസം തന്നെ വിഷയാവതരണം കഴിഞ്ഞു. 2 കൂട്ടരും അരമണിക്കൂർ തങ്ങളുടെ വിഷയം അവതരിപ്പിച്ച് പിന്നീട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഒന്നാമത്തെ ചോദ്യം, അല്ല മൗലവി AP അബ്ദുൽ ഖാദർ മൗലവി, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മൗലവി, പിന്നെ മറ്റേ നമ്മളെ സുല്ലവി ഗില്ലവി ആരൊക്കെയോ പോലെ മുഴുവൻ പ്രഗത്ഭരായ നേതാക്കൾ മറുഭാഗത്തുണ്ട്. അവരോട് ചോദിക്കുന്നു, അല്ല മൗലവി, ശിർക്കിന്റെ നിർവചനം നിങ്ങൾക്കൊന്ന് പറയാമോ? ശിർക്കിന്റെ നിർവചനം എന്താണ് ശിർക്ക്? എന്നിട്ട് ഉദാഹരണവും AP ഉസ്താദ് പറഞ്ഞു, ഞാൻ ഏകനാണ്, അള്ളാഹുവും ഏകനാണ്. ഇങ്ങനെ ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ പറഞ്ഞാൽ ഞാൻ ഏകനാണ്, അള്ളാഹുവും ഏകനാണ്. ഏകത്വം എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുള്ളതാണല്ലോ, ഞാനും ഏകനാണ്. ഇത് ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ പറഞ്ഞാൽ ഞാൻ മുശ്രിക്കാണോ എന്ന ആദ്യത്തെ ഒരു ചോദ്യം. മൗലവി അതിൽ പതറിപ്പോയി. എന്തൊക്കെയോ അവർ പറഞ്ഞു, അവരൊപ്പിച്ചു. ഉസ്താദ് പിന്നെയും ചോദിച്ചു, പിന്നെയും അതിനെ ചോദിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു. 2ാമത്തെ ദിവസവും മറ്റു ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നെങ്കിലും എന്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ശിർക്കിന്റെ നിർവചനം നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. 3ാമത്തെ ദിവസവും ആ ശിർക്കിന്റെ നിർവചനം ചോദിച്ചപ്പോൾ തലയില്ലാത്ത തെങ്ങിൽ കയറിയതുപോലെ മൗലവിമാരിങ്ങനെ വട്ടം തിരിയുന്നത് കണ്ടപ്പോൾ അവരെ കൂട്ടത്തിൽ വന്ന സദസ്സിലുണ്ടായിരുന്ന അനുയായികൾ അവർ തടിസലാമത്താക്കി അവരവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇതിന് മറുപടി പറയാൻ കഴിയാതെ കറങ്ങി നിൽക്കുന്ന, വിയർത്തു നിൽക്കുന്ന മൗലവിമാരോട് സദസ്സിൽ നിന്നും സുന്നി പ്രവർത്തകർ പറയുന്നു, നിങ്ങൾ മറുപടി പറയണം, മറുപടി പറയിച്ചേ നിങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് വിടൂ. അങ്ങനെ സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്ക് കാര്യം നീങ്ങിയപ്പോൾ അവിടെ നിയന്ത്രിക്കാനുണ്ടായിരുന്ന പോലീസ് ഇടപെടേണ്ടി വന്നു. പ്രത്യേകിച്ച് ആ വർഷം ആലപ്പുഴയിൽ ഒരു നബിദിന റാലിക്ക് നേരെ വെടിവെപ്പ് നടന്നിട്ട് 2 പ്രവർത്തകർ മരിച്ചതിന്റെ പേരിൽ ജനങ്ങൾ മുഴുവൻ രോഷാകുലരായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ ആത്മസംയമനം പാലിച്ചാണ് പോലീസ് ഇതിൽ ഇടപെടുന്നത്. ബഹുമാനപ്പെട്ട AP ഉസ്താദുമായി പോലീസ് ബന്ധപ്പെട്ടു. ഇവിടെ ഇങ്ങനെ കച്ചറയാകാൻ പോവുകയാണ്, ഇത് നല്ല നിലയ്ക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. AP ഉസ്താദ് അവർകൾ അണികളോട് പറഞ്ഞു, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്. അപ്പൊ എല്ലാവരും അടങ്ങി നിന്നു. പക്ഷേ ഉസ്താദിനോടും അവർ പറയുന്നു, ഉസ്താദെ, ഈ വഹാബികളെ ഇനി വിട്ടാൽ പറ്റില്ല. ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവരെ വിടൂ. സുന്നി പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ പോകാം, അവരോട് ഞങ്ങൾ ചോദിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ്
പേരിന് ആ കട്ടപ്പാടത്തുനിന്ന് 1-2 മണ്ണിന്റെ കട്ടകൾ സ്റ്റേജിലേക്ക് വരികയും ചെയ്തപ്പോൾ ആകെ പ്രശ്നമായി. അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞു, 4 ദിവസത്തെ പരിപാടിയാണെങ്കിലും നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇവർക്ക് മറുപടി പറയാൻ കഴിയാതെ ഇവർ 100% പരാജയപ്പെട്ടിരിക്കുന്നു. തക്ബീർ ധ്വനികളോടെ സദസ്സത് സ്വീകരിക്കുകയും ഇത് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഉസ്താദ് ഒരു ഫോർമുല വെക്കുകയും ചെയ്തു. എന്തായിരുന്നു ഫോർമുല? നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. എന്തായിരുന്നു ആ ഫോർമുല എന്നറിയുമോ? മഹാനായ എ പി ഉസ്താദ് നിർദ്ദേശിച്ചു, മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ പേരിൽ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്ത് നമുക്ക് ഈ പരിപാടിയോട് അവസാനിപ്പിക്കാം. സദസ്സിൽ നിന്ന് അന്നേരം ഒരു ഭേദഗതി ഉയർന്നു. യാസീൻ മാത്രമല്ല, ഫാത്തിഹ മാത്രം ഓതിയാൽ പോരാ, ഒരു യാസീൻ ഓതിക്കൊണ്ട് തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാരുടെ പേരിൽ ഹദിയ ചെയ്യാം. അപ്പൊ എ പി ഉസ്താദ് രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞു, വേണ്ട, നമുക്കിപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മതി, നമുക്ക് എന്നിട്ട് ദുആ ചെയ്ത് ഹദിയ ചെയ്യാം. അണികൾ അത് സമ്മതിച്ചു. അല്ലെ, അപ്പോഴേക്കും ഒരു ഭാഗത്തുനിന്ന് സദസ്സിൽ നിന്ന് ഖുത്ബിയത്ത് ചെല്ലുന്നുണ്ട്, മൗലിദ് ഓതുന്നുണ്ട്. അല്ലെ, അതുപോലെ യാ നബി, ആക്രമ, ബുർദ പോലെയുള്ള ബൈത്തുകളൊക്കെ ചെല്ലുന്നുണ്ട്. അവരെയൊക്കെ ശാന്തരാക്കി നിർത്തി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ ഇലാ ഹദറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി ശൈഖ് ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് വിളിച്ചു. അങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ വഹാബികൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓതുകയാണ്. സദസ്സിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ ഓത്ത് കേൾക്കുന്നില്ല. അങ്ങനെ സ്പീക്കർ വെച്ച് അവരെ കൊണ്ട് ഉറക്കം ഓതിപ്പിച്ചു. അങ്ങനെ ഫാത്തിഹയും 3 പ്രാവശ്യം ഇഖ്ലാസും മുഅബ്ബദത്തേനിയും ഓതിക്കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വളരെ ചെറിയൊരു ദുആയാണ് നടത്തിയത്. കാരണം അപ്പുറത്തിരിക്കുന്ന വഹാബികളാണ്, അവർക്ക് കൂട്ടുപ്രാർത്ഥന അംഗീകരിക്കാത്തവരാണ്. അവരാണെങ്കിൽ ആകെ അലോസരപ്പെട്ട് വിഷണ്ണരായി വിയർത്ത് കുളിച്ച് ചങ്കിൽ വെള്ളം പറ്റി മഹ്ശറയിൽ കുടുങ്ങിയതുപോലെ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടി. അപ്പോൾ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ വഹാബികളുടെ കൈ പൊന്തുന്നില്ല. സദസ്സിൽ നിന്നും ആക്രോശം, എന്താ മൗലവി കൈ പൊന്താത്തത്? നിങ്ങളെ കയ്യിന് വാദമുണ്ടോ? നേരത്തെയൊക്കെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ 2 കൈ മുളക്കി സംസാരിച്ച് നിങ്ങൾ കൈയൊന്നുകൊണ്ട് പൊന്തുന്നില്ല. ഒരൽപ്പം പൊന്തിയപ്പോൾ പോരാ, ദുആക്കുള്ള മര്യാദ അനുസരിച്ച് തന്നെ കൈ പൊന്തിച്ചേ തീരൂ. നിർബന്ധിതമായി ഈ അബ്ദുൽ ഹമീദ് മദനിയും ഈ സലാം സുല്ലമിയും അബ്ദുൽ ഖാദിർ മൗലവിയും അവിടെ കൂടെയുള്ള സ്റ്റേജിലുള്ള മുഴുവൻ ആളുകളും അവർ കൈ പൊന്തിക്കേണ്ടി വന്നു. കാരണം അവരുടെ മധ്യസ്ഥന്മാരടക്കം പറഞ്ഞു, തൽക്കാലം തടി സലാമത്താകണമെങ്കിൽ കൈ പൊന്തിക്കലേ പറ്റൂ. അങ്ങനെ അവർ കൈ പൊന്തിച്ചു. ആമീൻ പറയുന്ന ശബ്ദം സ്പീക്കറിലൂടെ പുറത്ത് കേൾപ്പിച്ചു. ഉസ്താദിന്റെ ഹൃസ്വമായ ദുആ കഴിഞ്ഞു, അവസാനിച്ചപ്പോൾ പിന്നെയും അവർക്ക് പേടി. അല്ലെ, ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് പുറത്തു കിടക്കും? അവരെ വഹാബികളായ അനുയായികൾ മുഴുവനും തടിതപ്പിയിട്ടുണ്ട്. അവർ സുറാഖത്തിന്റെ മാർഗം സ്വീകരിച്ച് പോയവരാ. നേതാക്കൾ അവർക്ക് പ്രശ്നമല്ല. എവിടെ 10,000-കണക്കിന് ആളുകൾ അപ്പോൾ ആ സദസ്സിലുണ്ട്, മുഴുവൻ സുന്നികളാണ്. ഇവരിടയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അതിനൊരു ഫോർമുല അവർ വെച്ചു. ഒരു സുന്നി പണ്ഡിതൻ, അതിന്റെ ബേക്കൽ ഒരു വഹാബി മൗലവി, അതിന്റെ ബേക്കൽ ഒരു സുന്നി പണ്ഡിതൻ, അതിന്റെ ബേക്കൽ വഹാബി മൗലവി. അങ്ങനെ അവരെ റോട്ടിലേക്ക്, ഒരു പാടത്ത് വെച്ചാണ് നടക്കുന്നത്, ഏകദേശം ഒരു 20-25 മീറ്റർ ഇങ്ങോട്ട് റോട്ടിലേക്ക് കയറണം. ആ റോട്ടിലേക്ക് അവരെ കൊണ്ടുവന്ന രൂപം ആ രൂപത്തിലായിരുന്നു. എന്നിട്ട് പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ടാണ് പുളിക്കൽ മദീനത്തുല്ലും അവരെ ആ കോളേജിലേക്ക് അവരെ കൊണ്ടുപോയത്. എന്നാൽ അവരെ വേഗം അങ്ങ് പോകാനൊന്നും വിട്ടിട്ടില്ല. ഒട്ടപ്പുറത്തുനിന്ന് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററേ പുളിക്കലേക്കുള്ളൂ. ആ പുളിക്കലിൽ നിന്ന് അവരെ കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റ് വരെ ഈ പോലീസ് വാഹനത്തിന്റെ മുന്നിൽ ഒരു വിഭാഗം ആളുകൾ യാനബിയും, മറ്റൊരു വിഭാഗം ആളുകൾ ബുർദയും, മറ്റു വിഭാഗം ആളുകൾ മറ്റു മൗലൂദും മറ്റു കുത്തുബിയത്തും ഒക്കെ ചൊല്ലി ശാന്തമായിട്ട്, കച്ചറയില്ലാതെ, പോലീസ് വണ്ടി കടിക്കുന്നില്ല, ഈ വഹാബി നേതാക്കളെ കുറിച്ച് അനാവശ്യമായൊരു വാക്കും പറയുന്നില്ല, ഈ മൗലിദ് ഓതിക്കൊണ്ട് അഥവാ വഹാബി പരിശീലകരുടെ ഈ കുതന്ത്രം 100% ഒട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് അത് കുഴിച്ചു മൂടിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവരുടെ ആ കമ്പൗണ്ടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ ഒരക്ഷരം അവരെ തെറി പറയാതെ, അവരെ കുറിച്ച് ഒന്നും പരാമർശിക്കാതെ സുന്നി പ്രവർത്തകർ തിരിച്ചു പോന്നു. ഏകദേശം ഈ 1.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2 മണിക്കൂറിൽ
അധികമെടുക്കേണ്ടി വന്നു. പോലീസും ഇതിന് സഹകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതെയായി. പോലീസ് വന്നൊരു ലാത്തി ചാർജ് നടത്തി അവിടെ ഒഴിവാക്കിയാൽ ഒരുപക്ഷെ പ്രവർത്തകർ ഒഴിഞ്ഞു പോകും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോലീസ് നിന്നില്ല. കാരണം അവിടെ അന്ന് സുരക്ഷയ്ക്ക് വന്ന പോലീസുകാർക്കും അറിയാമായിരുന്നു വഹാബികളടുക്കലുള്ള ഈ വാദം മുഴുവനും പൊള്ളത്തരമാണ്. സുന്നികൾ പറഞ്ഞതിനൊന്നും അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ വ്യക്തമായി പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് സുന്നികളുടെ വികാരം ഇവിടെ അണപൊട്ടി ഒഴുകിയാൽ അതെന്തൊക്കെയോ സംഭവിച്ചു പോകുമെന്ന് മനസ്സിലാക്കി സുന്നികളുടെ ഈ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് പോലീസും ആ വണ്ടി പതുക്കെ വിട്ട് ഓലെ കോളേജിലേക്ക് കയറ്റിവിട്ടു. അങ്ങനെ വഹാബികളുടെ രാഷ്ട്രീയക്കാരുടെ അവസാനത്തെ അടവും പരാജയപ്പെട്ടു. കാന്തപുരം ഉസ്താദ് അവറുകൾ ശ്രീലാളിതനായി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്തേക്ക് കുതിച്ചേരുകയും ചെയ്തു. അപ്പോഴും ഈ പിണയാളുകൾ എ പി ഉസ്താദിനെ വിടാൻ തീരുമാനിച്ചില്ല. അതാണ് നമുക്ക്